CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ അപകടം. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. സ്വകാര്യ വ്യക്തിയുടെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് അപകടം സംഭവിച്ചത്. പ്ലാന്റിലെ ഒരു ടാങ്കിൽ തൊഴിലാളികൾ അകപ്പെട്ടു പോവുകയായിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 52 പരാതികൾ പരിഗണിക്കുകയും 14 കേസുകൾ തീർപ്പാക്കുകയും ചെയ്തു. ശേഷിക്കുന്ന 30 കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചപ്പോൾ 8 കേസുകളിൽ പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 3 അയ്യപ്പൻകാവ് കടവ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമാകാത്തതിൽ പ്രദേശവാസികൾ ദുരിതത്തിൽ. പഞ്ചായത്ത് വാക്കുപാലിച്ചില്ലെന്നാണ് പുതിയ ആക്ഷേപം. താൽക്കാലിക പരിഹാരമായി റോഡിൽ കോറി വേസ്റ്റ് ഇട്ടത് യാത്രാ ദുരിതം വർദ്ധിപ്പിച്ചെന്നും പരാതിയുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കും മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കുമെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ DYFI പ്രക്ഷോഭത്തിലേക്ക്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഓഗസ്റ്റ് 1 രാവിലെ 10 മണിക്ക് DYFI ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ അപകടം. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. സ്വകാര്യ വ്യക്തിയുടെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് അപകടം സംഭവിച്ചത്. പ്ലാന്റിലെ ഒരു ടാങ്കിൽ തൊഴിലാളികൾ അകപ്പെട്ടു പോവുകയായിരുന്നു. വികാസ് കുമാർ 29 വയസ്സ്, സമദ് അലി 20 വയസ്സ്, ഹിതേഷ് ശരണ്യ 46 എന്നിവരാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് അപകടം സംഭവിച്ചത്. പ്ലാന്റിലെ ഒരു ടാങ്കിൽ തൊഴിലാളികൾ അകപ്പെട്ടു പോവുകയായിരുന്നു. ആദ്യം ടാങ്കിൽ അകപ്പെട്ട തൊഴിലാളിയെ രക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു മറ്റു തൊഴിലാളികൾ. ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് വ്യക്തത വന്നിട്ടില്ല. മരിച്ചവരിൽ 2 പേർ ബീഹാർ സ്വദേശികളും ഒരാൾ അസം സ്വദേശിയുമാണ്. CCN മലപ്പുറം. യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ 2 പേരെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തെങ്കര തത്തേങ്ങലം കള്ളക്കാട് സ്വദേശി ചന്ദ്രനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ തത്തേങ്ങലം സ്വദേശി ഷംനാജ്, കൈതച്ചിറ സ്വദേശി അക്ബർ അലി എന്നിവരെയാണ് CI MP രാജേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈ 23-നാണ് സംഭവം നടന്നത്. ഷംനാജിന്റെ വീട്ടിൽ തന്റെ സഹോദരി താമസിക്കരുതെന്ന് ചന്ദ്രൻ പറഞ്ഞതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ അടുക്കളത്തിണ്ണയിൽ ഉറങ്ങുകയായിരുന്ന ചന്ദ്രനെ മടവാളിന്റെ പിടികൊണ്ട് തലയുടെ പിൻഭാഗത്തും കൈകൊണ്ട് മുഖത്തും അടിച്ചതായാണ് പരാതി. പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. CCN മണ്ണാർക്കാട്. നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഇതാ ഒരു സുവർണാവസരം. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്കിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. പ്രായോഗിക പരിശീലനത്തിലൂടെയും ആധുനിക സൗകര്യങ്ങളിലൂടെയും വിദ്യാർത്ഥികളെ തൊഴിൽ ലോകത്തിനായി സജ്ജരാക്കുക എന്നതാണ് മലബാർ പോളിടെക്നിക് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ മറ്റേത് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തോടും കിടപിടിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മലബാർ പോളിടെക്നിക് ക്യാമ്പസിന്റെ പ്രത്യേകതയാണ്. ശീതീകരിച്ച സ്മാർട്ട് ക്ലാസ് മുറികളും മികച്ച അധ്യാപകരും മികച്ച പഠനാന്തരീക്ഷവും ക്യാമ്പസിലുണ്ട്. വിപുലമായ പുസ്തക ശേഖരണമുള്ള ലൈബ്രറി കൂടാതെ ഡിജിറ്റൽ ലൈബ്രറിയും ഇവിടെയുണ്ട്. ആധുനിക ലോകത്ത് തൊഴിൽ സാധ്യത മനസ്സിലാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഡിപ്ലോമ കോഴ്സുള്ള കേരളത്തിലെ ചുരുക്കം പോളിടെക്നിക്കിൽ ഒന്നാണ് മലബാർ പോളിടെക്നിക്. ഈ കോഴ്സിനെ കൂടാതെ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സിലേക്ക് ഇപ്പോൾ പ്രവേശനം നേടാവുന്നതാണ്. CCN ചെർപ്പുളശ്ശേരി. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 52 പരാതികൾ പരിഗണിക്കുകയും 14 കേസുകൾ തീർപ്പാക്കുകയും ചെയ്തു. ശേഷിക്കുന്ന 30 കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചപ്പോൾ 8 കേസുകളിൽ പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രായമായ മാതാവിന് ആവശ്യമായ സംരക്ഷണം നൽകാതെ ഇവരുടെ ഭൂമിയിലും വസ്തുവിലും മക്കൾ അവകാശം ഉന്നയിക്കുന്നതിനെതിരെ നൽകിയ പരാതി പരിഗണിക്കുന്നതിന്റെ ഭാഗമായി RDO ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വിഷയം കോടതിയുടെ പരിഗണനയിലാണ്.
കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ വേഗത്തിൽ നടപടികളുണ്ടാവാൻ കമ്മീഷൻ ശ്രമം നടത്തും. ദീർഘകാലം പ്രവാസിയായിരുന്ന വ്യക്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഇരു കൂട്ടർക്കും മാനസികമായി പൊരുത്തപ്പെട്ടു പോവാൻ കഴിയാത്ത സംഭവത്തിൽ ഇവർക്ക് ആവശ്യമായ കൗൺസിലിംഗിന് വിധേയമാവാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. ചില എയ്ഡഡ് സ്കൂൾ മാനേജർമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതായും പലപ്പോഴും സീനിയോറിറ്റി വരെ പരിഗണിക്കാതെ വേണ്ടപ്പെട്ടവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ജീവനക്കാരുടെ മേലാണ് കുറ്റം ചാർത്തുക. സ്കൂളിന് ലഭിച്ച സർക്കാർ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട കേസുകൾ കമ്മീഷന് മുൻപാകെ എത്തിയിട്ടുണ്ടെന്നും അവ ഉടൻ പരിഗണിക്കുമെന്നും കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത്, ഒ സുഹൃതകുമാരി, ഫാമിലി കൗൺസിലർ ഷെറിൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 3 അയ്യപ്പൻകാവ് കടവ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമാകാത്തതിൽ പ്രദേശവാസികൾ ദുരിതത്തിൽ. പഞ്ചായത്ത് വാക്കുപാലിച്ചില്ലെന്നാണ് പുതിയ ആക്ഷേപം. താൽക്കാലിക പരിഹാരമായി റോഡിൽ കോറി വേസ്റ്റ് ഇട്ടത് യാത്രാദുരിതം വർദ്ധിപ്പിച്ചെന്നും പരാതിയുണ്ട്. ജൂലൈ 10-ാം തീയതിയോടെ പുതിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചുമതലയേറ്റാൽ റോഡ് പണി ഉടൻ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതുവരെയും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. CCN ചാനൽ റോഡിന്റെ ദുരവസ്ഥ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് C രാജികയും വാർഡ് മെമ്പർ ദ്വാരകനാഥനും നിലവിലെ AE സ്ഥലം മാറിപ്പോയതിനാലാണ് പണി വൈകുന്നതെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ വാർത്ത വന്നതിന്റെ അടുത്ത ദിവസം തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലികമായി കോറി വേസ്റ്റ് റോഡിലിട്ടിരുന്നു. ഈ താൽക്കാലിക പരിഹാരം പ്രദേശവാസികളുടെ യാത്രാദുരിതം വർദ്ധിപ്പിച്ചെന്നാണ് പരാതി. കോറി വേസ്റ്റ് ഇട്ട ഭാഗം കൂടുതൽ ദുഷ്കരമായെന്നും അത് ഇടാത്ത ഭാഗങ്ങളിൽ മഴയെ തുടർന്ന് മണ്ണൊലിപ്പ് സംഭവിക്കുകയും പലയിടത്തും വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി യാത്രായോഗ്യമാക്കണമെന്നാണ് അവരുടെ ആവശ്യം. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കും മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും എതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ DYFI പ്രക്ഷോഭത്തിലേക്ക്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഓഗസ്റ്റ് 1 രാവിലെ 10 മണിക്ക് DYFI ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ തട്ടിപ്പ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാർ ഫണ്ട് സ്വന്തം കീശയിലാക്കുക എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഗവേഷണം നടന്ന ഒരു ഗവേഷണശാലയായി, ഗവേഷണ കേന്ദ്രമായി നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഫണ്ട് സ്വന്തം കീശയിലാക്കുന്നത് എങ്ങനെയെന്ന ഗവേഷണം നടത്തുന്ന ഗവേഷണശാലയായാണ് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടുള്ളത്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത് മാത്രമല്ല, സർക്കാരിൻ്റെ പണം, പൊതുപണം, എൻ്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണം, ആ നികുതി പണമാണ് ഇവിടെ വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ആ വെട്ടിപ്പ് നടത്തുന്നതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരമാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. DYFI ഈ വിഷയത്തിൽ ശക്തമായ സമരത്തിന്, പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നിക്ഷേപകർ പണം കൈമാറിയത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും ഫ്രണ്ട് ഓഫീസിലും വെച്ചാണെന്ന് പരാതിക്കാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടിയാണ് പണം കൈമാറിയതെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണെന്ന് DYFI ചൂണ്ടിക്കാട്ടി. ഭരണസമിതി നേതൃത്വത്തിൽ നടന്ന ഈ സാമ്പത്തിക തട്ടിപ്പിൽ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ മാത്രം മുസ്ലിം ലീഗ് സംഘടന നടപടിയെടുത്ത് പ്രശ്നം ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും DYFI ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിലേക്ക് ഒരു പ്രതിഷേധ സമരം, ആ ഉപരോധം നടത്തുന്ന സ്ഥിതിയുണ്ടായി. ബോർഡ് യോഗം ഉപരോധിക്കുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ, DYFIയുടെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇനി 1-ാം തീയതി ജില്ലാ പഞ്ചായത്തിലേക്ക് യുവജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. DYFIയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയിൽ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ പരാതിയുള്ള ധാരാളം ആളുകളുണ്ട്. ആ ആളുകളെല്ലാം പരാതികളുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട്, അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ കൊള്ളക്കെതിരായിട്ടുള്ള, ഈ തട്ടിപ്പിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുമായി DYFI മുന്നോട്ട് പോകും. ഒരാൾക്കു മാത്രം പങ്കുള്ള ഒന്നല്ല ബിനാമി കമ്പനി രൂപീകരിച്ചുള്ള കോടികളുടെ തട്ടിപ്പ്. ജില്ലാ പഞ്ചായത്തിലെയും മുസ്ലിം ലീഗിലെയും
ഉന്നതർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്നും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നേരിട്ട് പങ്കുള്ള സാമ്പത്തിക തട്ടിപ്പായതിനാൽ ഇത് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു. അഴിമതിയുടെ വിളനിലമായി ജില്ലാ പഞ്ചായത്ത് മാറിയിരിക്കുകയാണെന്നും ഒരു പഞ്ചായത്ത് അംഗത്തിനെതിരെ മാത്രം സംഘടനാ നടപടിയെടുത്ത് തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗിനും കൊള്ളസംഘമായി മാറിയ ജില്ലാ പഞ്ചായത്തിനും എതിരായി അതിശക്തമായ പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ ഉയർത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഭരണസമിതി രാജിവെക്കുക എന്നതാണ് ഇത്രയും വലിയൊരു അഴിമതിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു ഭരണസമിതി തന്നെ തട്ടിപ്പിന് നേതൃത്വം നൽകുകയാണ്. ആ ഭരണസമിതി തന്നെ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് ഈ ചുമതലകളിൽ തുടരാൻ അർഹതയില്ല എന്നതാണ് ജനാധിപത്യ മര്യാദ. ആ മര്യാദ പാലിക്കാൻ അവർ തയ്യാറുണ്ടോ എന്നതാണ് അവർ പറയേണ്ടതായ കാര്യം. ഏതായാലും ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തുടർച്ചയായ സമരവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വരും എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ്, പ്രസിഡന്റ് പി ഷബീർ, CM സിബില എന്നിവർ പങ്കെടുത്തു. TCN മലപ്പുറം. തകർന്ന ഭീമനാട് 55 മൈൽ റോഡിൽ അധികൃതർ താൽക്കാലിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മാധ്യമ വാർത്തകളെ തുടർന്നാണ് മണ്ണാർക്കാട് PWD വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അടിയന്തര നടപടികൾ സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് റോഡിൽ വിള്ളലുകൾ രൂപപ്പെടുകയും അപകടാവസ്ഥയിലാവുകയുമായിരുന്നു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ഭീമനാട് 55 മൈൽ റോഡിലാണ് മഴയെ തുടർന്ന് വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടത്. റോഡിന്റെ ഒരു ഭാഗത്ത് ചേപ്പിലായി പാടശേഖരത്തിന് വേണ്ടി കെട്ടിയ ഭിത്തിയുടെ ഒരു വശത്തെ കൽക്കെട്ട് തകർന്നിരുന്നു. ഈ ഭാഗത്താണ് റോഡിൽ ദിനം പ്രതി വിള്ളലുകൾ വർദ്ധിച്ചു വന്നത്. സ്ഥിതിഗതികൾ ഗുരുതരമായതോടെ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി PWD അധികൃതർ ചാക്കുകളിൽ മണ്ണ് നിറച്ച് കയർ കെട്ടി ഒരു താൽക്കാലിക സുരക്ഷാ കവാടം ഒരുക്കി. ഇത് ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് അധികൃതർ കരുതുന്നത്. താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിയെങ്കിലും പ്രദേശത്തെ കർഷകരും നാട്ടുകാരും ഇപ്പോഴും ആശങ്കയിലാണ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിലുണ്ടാകുന്ന കുലുക്കം സമീപത്തുള്ള തോട്ടപ്പാലം തകർന്നു വീഴുമോ എന്ന ഭീതി ഇവർക്കുണ്ടാക്കുന്നു. എത്രയും പെട്ടെന്ന് റോഡിന്റെ പൂർണ്ണമായ അറ്റകുറ്റപ്പണികൾ നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. CCN ചത്തല്ലൂർ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ പുതിയ വാഹനം ലഭിച്ചു. എലുമ്പുലാശ്ശേരി FHCയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. ആരോഗ്യമേഖലയിൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന മികച്ച പദ്ധതികൾ പരിഗണിച്ചാണ് ഫൗണ്ടേഷൻ ഈ സഹായം നൽകിയത്. വാഹനത്തിന്റെ തുടർ പരിപാലനവും അറ്റകുറ്റപ്പണികളും പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്താമെന്ന് ഫൗണ്ടേഷന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അത് ഒരു കാര്യത്തിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം രണ്ട് ആശുപത്രി, ഒരു FHCയും ഒരു PHCയും ഉള്ള ഇത്രയും വലിയ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു 10 ലക്ഷം രൂപയുടെ അരികെ വരുന്നൊരു തുക ചെലവഴിച്ച് എന്തുകൊണ്ട് ഇവർക്ക് ഒരു വാഹനം വാങ്ങിക്കൂടാ? ന്യായമായും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതിന് ആ രീതിയിൽ തന്നെ അവര് അതിനെ കാണുകയും നമുക്ക് മറുപടി നമ്മളുടെ ബയോഡാറ്റ ചോദിച്ചുകൊണ്ട് ഒരു മറുപടി ലഭിച്ചു. ആ ബയോഡാറ്റ വെച്ചതിന് പ്രകാരം നമ്മൾ ചോദിച്ചതിന് പ്രകാരം നമ്മൾ ബയോഡാറ്റ അടയ്ക്കുകയാണ്. അപ്പൊ ഈ ആരോഗ്യ രംഗത്ത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയതും ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചതും ഒക്കെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിലേക്ക്. ഞങ്ങൾ വന്നിട്ട് ആദ്യം ചെയ്ത പദ്ധതിയാണ് നമ്മളെ ഈ പാലിയേറ്റീവ് രോഗികൾ. ഒട്ടേറെ ആളുകളുണ്ട്. ഇപ്പൊ നമ്മളെ മോമാക്കൊക്കെ പാലിയേറ്റീവിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുന്ന വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു രോഗിയുടെ അടുത്ത് ഒരു സാന്ത്വന ചികിത്സകൻ, അത് ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, ആരോഗ്യ പ്രവർത്തകർ പോയി പിന്നീട് ഒരു റൗണ്ട് മറ്റുള്ള രോഗികളെ എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് 2 മാസം അല്ലെങ്കിൽ 3 മാസമാവും. N സാജിറ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ K അനസ്, KK ഷൗക്കത്ത്, വിജിത, രുക്മിണി, ഡോക്ടർ ഭരത്, ഡോക്ടർ ഇന്ദു, ഡോക്ടർ ഹരിത എന്നിവർ സംസാരിച്ചു. കൂടാതെ M മണികണ്ഠൻ, ശിവശങ്കരൻ, സാദിഖ്, കൃഷ്ണനുണ്ണി, വേണുഗോപാൽ, വിപിൻ, അലി, ബാബു തെങ്ങിൻതോട്ടം, ചിലമ്പിൽ മുരളീധരൻ, EK ജസീൽ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും ജീവനക്കാരായ ഗോപാലകൃഷ്ണൻ, സെബിൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം.
കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സംഘടിപ്പിക്കുന്ന സൂഫി കൾച്ചറൽ കോൺക്ലേവ് ഓഗസ്റ്റ് 2 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്കാരി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന കോൺക്ലേവ് ഡോക്ടർ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ശ്രീരാമകൃഷ്ണൻ ആശ്രമം അധ്യക്ഷൻ സ്വാമി നരസിംഹാനന്ദ മുഖ്യാതിഥിയാകും. രാവിലെ രജിസ്ട്രേഷന് ശേഷം നടക്കുന്ന സൂഫി ഗാനാലാപന മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. മധ്യകാലത്ത്, പ്രത്യേകിച്ചും സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും കാലത്ത് ഇന്ത്യയിലാകെ പടർന്നു പന്തലിക്കുകയും രാജ്യത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ദൈവ വിശ്വാസത്തിലേക്ക് അവരെ അനുനയിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് സൗഹൃദം സ്ഥാപിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഇതോടൊപ്പം തന്നെ സൂഫിസത്തോടൊപ്പം തന്നെ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഹിന്ദുമതക്കാരുടെ വകയായിട്ട് ഭക്തി പ്രസ്ഥാനം കൂടി ഉടലെടുത്തപ്പോൾ രാജ്യത്തെ മതങ്ങളുടെ സമന്വയം അത് പ്രധാനമായി വരികയും മതങ്ങൾ എന്തിനാണ്, അല്ലെങ്കിൽ രാജ്യത്തെ സൗഹൃദം സ്ഥാപിക്കുകയാണ്, അല്ലെങ്കിൽ മനുഷ്യർക്ക് നന്മ കൈവരുത്തുകയാണ് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയും ചെയ്തു. മതത്തെ സാമ്രാജ്യത്വത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തിന് വേണ്ടിയും വർഗീയതയ്ക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു കാലത്ത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് സൂഫിസം എന്ന് ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സൂഫി കൾച്ചറൽ കോൺക്ലേവ് സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ തന്നെ അടഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ പലപ്പോഴും അറിയാതെ കിടക്കുന്ന സൂഫി കൾച്ചറൽ എൻറ്റിറ്റിയെ പുറത്തു കൊണ്ടുവരിക എന്നതുകൂടി ഈ ഒരു പരിപാടിക്ക് ലക്ഷ്യമുണ്ട്. സൂഫി ഗാനങ്ങളും സൂഫി സദസ്സുകളും നമുക്ക് എത്രയും ഉണ്ടെങ്കിലും അതിന്റെ ആധ്യാത്മികത എത്രമാത്രം മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നുവെന്നും സ്നേഹത്തെ എത്രമാത്രം അത് ചാലിച്ചെടുക്കുന്നുവെന്നുമുള്ള ചിന്താധാരയെ ശക്തിപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കീഴിൽ വ്യത്യസ്ത പരിപാടികൾ നടക്കുന്നുണ്ട്. സൂഫിസത്തെ കുറിച്ചുള്ള അഗാധമായ ചർച്ച, അതിന്റെ സ്നേഹം, സൗന്ദര്യം, അത് പ്രതിനിധാനം ചെയ്യുന്ന ചിന്താ പ്രസ്ഥാനങ്ങൾ എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമായി ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം കുട്ടികൾക്ക് വേണ്ടി സൂഫി ഗാനാലാപ മത്സരം നടത്തുന്നുണ്ട്. അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, സെക്രട്ടറി ബഷീർ ചുങ്കത്തറ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫലവൃക്ഷ തൈകൾ വളർത്തുന്നതിനായുള്ള വിത്തുണ്ടകൾ നിർമ്മിച്ചു. വരും തലമുറയ്ക്കായി പ്രകൃതിയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉദ്യമം. UP വിഭാഗം കുട്ടികളും NCC SPC വിദ്യാർത്ഥികളും ചേർന്നാണ് ശനിയാഴ്ച വിത്തുണ്ടകൾ തയ്യാറാക്കിയത്. 300ഓളം കുട്ടികൾ ചേർന്ന് ഏകദേശം 700ഓളം വിത്തുണ്ടകളാണ് നിർമ്മിച്ചത്. തിങ്കളാഴ്ച ഈ വിത്തുണ്ടകൾ കോട്ടക്കുന്നിന്റെ ചെരിവുകളിൽ നിക്ഷേപിക്കും. ബാക്കിയുള്ളവ വിദ്യാർത്ഥികൾ വീടുകളിൽ കൊണ്ടുപോയി നടും. വിത്തുണ്ടകൾ കൊണ്ടുപോകുന്നതിനായി പേപ്പർ ബാഗുകളും നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. സ്കൂളിൽ ആദ്യമായാണ് ഇത്തരമൊരു വിത്തുണ്ട നിർമ്മാണ പരിപാടി നടക്കുന്നത്. പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന KP ലിനി, ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക PI സ്മിത തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചെടികൾ നടുക, അതിലൂടെ അത് വളർന്നോ ഇല്ലാത്തൊക്കെ രണ്ടാമത്തെ കാര്യം. ഇപ്പം നിങ്ങൾക്ക് അതിലൊരു ഇഷ്ടം തോന്നും. ചെടികൾ നടുന്നതും വളർന്ന് വരുന്നതൊക്കെ ഇഷ്ടമുള്ള ആ ഒരു സെൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടിയുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല ആക്റ്റീവായിട്ടാണ്, നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുറേ കുട്ടികളാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചതിന് ഐ എം സോ ഹാപ്പി and all the best wishes to all of you. മഴ വരികയാണെങ്കിൽ അവധി എല്ലാവർക്കും. CCN മലപ്പുറം. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവന്റെ 32ാമത് എഡിഷന് വെള്ളിയാഴ്ച കൊണ്ടോട്ടിയിൽ തുടക്കമാകും. വൈകിട്ട് 3 സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ ഹൈദ്രോസി പതാക ഉയർത്തുന്നതോടെ സാഹിത്യോത്സവന് ഔദ്യോഗികമായി തുടക്കമാകും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവ് വെള്ളിയാഴ്ച വൈകിട്ട് 5 സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സാഹിത്യോത്സവിന്റെ ഭാഗമായി കല, സാഹിത്യം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സാമൂഹികം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ 3 ദിവസങ്ങളിലായി 10 സെഷനുകളിലായി കഥാബുക്ക് എന്ന പേരിൽ ചർച്ചാ സംഗമങ്ങൾ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 1-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് പതാക ഉയർത്തലോടുകൂടിയാണ് സാഹിത്യോത്സവിന്റെ മത്സരങ്ങളടക്കമുള്ള കാര്യങ്ങൾ
ആരംഭിക്കുന്നത്. സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ സെയ്ദ് ഷിഹാബുദ്ദീൻ ഹൈദ്രോസി പതാക ഉയർത്തി സാഹിത്യോത്സവം ആരംഭിക്കും. വൈകുന്നേരം 3 മുതൽ മത്സരങ്ങൾ ആരംഭിച്ച് ഞായറാഴ്ച 6 മണി വരെയാണ് സാഹിത്യോത്സവിൻ്റെ മത്സരങ്ങളുള്ളത്. 4 മണിക്ക് വെള്ളിയാഴ്ച 4 മണിക്ക് നടക്കുന്ന സമാപന ഉദ്ഘാടന സംഗമം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാന്യരായ സമസ്ത സെക്രട്ടറി ബഹുമാന്യരായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് 4-ന് നടക്കുന്ന സമാപന സംഗമത്തിൽ പ്രശസ്ത എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ഉല്ലേഖ് NP ന്യൂഡൽഹി മുഖ്യാതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ SSF ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് K മുസ്താഖ് സഖാഫി, ജനറൽ സെക്രട്ടറി T മുഹമ്മദ് ഷുഹൈബ്, സെക്രട്ടറിമാരായ P സിറാജുദ്ദീൻ നുസ്രി, CK അജ്മൽ യാസീൻ, നൂഹ് P അഹമ്മദ്, മുഹമ്മദ് ആസിഫ് എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. പിണറായി സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കിയെന്ന് KPCC സെക്രട്ടറി V ബാബുരാജ്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മിഷൻ 2025 ട്രെയിനിംഗ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ജനറൽ സെക്രട്ടറി C സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി CK ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി. ടോണി ജോൺ, കബീർ മാസ്റ്റർ, അഡ്വക്കേറ്റ് ജലീൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ സ്വാഗതവും മേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുഞ്ചിരി മജീദ് നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ അപകടം. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. സ്വകാര്യ വ്യക്തിയുടെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് അപകടം സംഭവിച്ചത്. പ്ലാന്റിലെ ഒരു ടാങ്കിൽ തൊഴിലാളികൾ അകപ്പെട്ടു പോവുകയായിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 52 പരാതികൾ പരിഗണിക്കുകയും 14 കേസുകൾ തീർപ്പാക്കുകയും ചെയ്തു. ശേഷിക്കുന്ന 30 കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചപ്പോൾ 8 കേസുകളിൽ പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 3-ലെ അയ്യപ്പൻകാവ് കടവ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമാകാത്തതിൽ പ്രദേശവാസികൾ ദുരിതത്തിൽ. പഞ്ചായത്ത് വാക്കുപാലിച്ചില്ലെന്നാണ് പുതിയ ആക്ഷേപം. താൽക്കാലിക പരിഹാരമായി റോഡിൽ കോറി വേസ്റ്റ് ഇട്ടത് യാത്രാ ദുരിതം വർദ്ധിപ്പിച്ചെന്നും പരാതിയുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കും മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കുമെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ DYFI പ്രക്ഷോഭത്തിലേക്ക്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഓഗസ്റ്റ് 1 രാവിലെ 10 മണിക്ക് DYFI ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.